ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അതാണ് സുപ്രധാനമായ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്തഫയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെയുള്ള ചില വിമർശനങ്ങൾ നടത്തി തലയൂരുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ കേസന്വേഷണം നടക്കുന്നു, ധാർമ്മികത എന്ന ഒരു പേര് പറഞ്ഞ് മാണിയുടെ രാജിക്കുള്ള സാധ്യതകൾ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നേരത്തെ ദിനകർ പങ്കുവച്ചത്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കേസന്വേഷണത്തിൽ ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായി. വിജിലൻസ് ഡയറക്ടറുടെ ഇത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ എന്തുകൊണ്ട് കേസിലുണ്ടായി, കേസന്വേഷണത്തെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ച ഘട്ടത്തിൽ നിന്നുകൊണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടത് അല്ല, അതിനകത്ത് ഈ കോടതി വിധിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നത് സമ്മർദ്ദങ്ങൾക്ക് വിജിലൻസ് ഡയറക്ടർ വഴങ്ങി. വിജിലൻസ് ഡയറക്ടർക്ക് സമ്മർദ്ദം എവിടുന്നാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ താഴെയൊന്നും വരില്ലല്ലോ, മുകളിൽ നിന്നല്ലേ വരിക. എന്ന് പറഞ്ഞാൽ വകുപ്പ് തല നിലവാരങ്ങൾ, അതിൻ്റെ ഏറ്റവും ഉന്നത നിലവാരങ്ങളിൽ സമ്മർദ്ദം വന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിൻസെന്റ് പോൾ ഒരുപക്ഷെ തൻ്റെ ഈ സർവീസ് കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കുടമിട്ടുടയ്ക്കുന്നത് മാതിരിയാണ് ഈ കേസിൻ്റെ അതിൽ വന്ന് കുടുങ്ങിയത്. അദ്ദേഹം ഈ ഒരു 3 മാസവും 4 മാസവും മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്ന മാഫിയ ഗ്രൂപ്പുകളെ പോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുള്ളപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഗതിയില്ലാത്തവരായി തീരുന്നു എന്ന് അദ്ദേഹം അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ തന്നെ ഇരയായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറം പറ്റിയ മാതിരി അദ്ദേഹം വളരെ ഡിസ്ഗ്രേസ്ഫുള്ളായി ഇതിനകത്ത് പോകേണ്ടി വരുന്നൊരവസ്ഥയും. ഇനി അദ്ദേഹം കൊണ്ട് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ലീവിലാണ് അദ്ദേഹം. അങ്ങനെ ഒരു ഗതികേട് അദ്ദേഹത്തിന് വന്നു. സത്യത്തിൽ ഇതിനു വേണ്ടി പണിയെടുത്ത 3 ആളുകൾ ഉമ്മൻചാണ്ടിയും KM മാണിയും വിൻസെന്റ് പോളുമാണ്. വിൻസെന്റ് പോൾ കുറെ കൂടി ആത്മാഭിമാനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവധിയെടുത്തങ്ങ് പോയി രാജിവെക്കുന്നത് പോലെ. പിന്നെ വന്നിരിക്കുന്നത് ഇപ്പം മാണിയെ കോടതി ശിക്ഷിച്ച മാതിരിയായിരിക്കുന്നു. മാണിക്ക് രാജിവെക്കാതിരിക്കാൻ നിർവാഹമില്ല. VD സതീശനും ശ്രീ പ്രതാപനും അതുപോലെ തന്നെ മറ്റേ ആളുകളും അനിൽകുമാറും ഒക്കെ ഇപ്പോൾ പറയുന്നതിനകത്ത് അർത്ഥമോ ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും മാണി രാജിവെക്കണം. കാര്യം മാണി രാജിവെക്കുക എന്ന ആവശ്യം ഭംഗ്യന്തരേണയല്ല, വളരെ വ്യക്തമായും ഹൈക്കോടതി തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാണിയെ പോലെ ഒരാൾ അധികാരത്തിലിരിക്കുന്നത് സാധാരണക്കാർക്ക് ആശങ്കയുള്ളതാണ്. സത്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് അക്യൂസ്ഡ് എന്നാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ, മാണിയെ പോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ രാജിവെക്കാതിരിക്കുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്നാണ്. ആ അർത്ഥത്തിൽ അത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ നാം പരിശോധിക്കേണ്ടത് എവിടെയാ മൂന്നാമൻ? ആ മൂന്നാമന് ചുറ്റും നിൽക്കുന്ന 10 കോടി കോഴ വാങ്ങിയ ആ ബിരുദൻ എവിടെ? ആ നിലയ്ക്ക് അങ്ങനെയുള്ള വാദമുഖങ്ങളിലേക്ക് ഈ ഗവൺമെൻറ് ഒരു വാതിൽ മാണിയുടെ രാജി തുറക്കും. അങ്ങനെ വരുമ്പം നേരത്തെ മനോജ് സൂചിപ്പിച്ച മാതിരി കേരള കോൺഗ്രസിൽ അനിശ്ചിതത്വങ്ങളുണ്ടാകും, കോൺഗ്രസിൽ അനിശ്ചിതത്വങ്ങളുണ്ടാകും. എ ഗ്രൂപ്പിന് പഴയതുമാതിരി തുടരാൻ കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ ഈ രാജിയുടെ ഒന്നിനു പുറകെ ഒന്നായി രാജിയുടെ ചങ്ങല ഉമ്മൻചാണ്ടിയിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തന്നെ കേരള രാഷ്ട്രീയം പ്രവേശിക്കും. യെസ്, തിരികെ എത്താം. ഏതായാലും ഇനിയൊരു ഇടവേളയാണ്. വളരെ സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ബാർ കോഴ കേസിൽ തുടരന്വേഷണം ആകാം എന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി സ്റ്റേ ചെയ്യേണ്ട എന്നതിനൊപ്പം തന്നെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ രാജിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. കുറ്റക്കാരനായി തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ KM മാണി. ഈ വിഷയത്തിൽ ഏതായാലും KM മാണി 2 ദിവസത്തിനകത്ത് രാജിവെക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളാണ് തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന ബാർ കോഴ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്.